ബി പരമേശ്വരൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പരമേശ്വരൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇങ്ങനെയൊരു അക്രമമാണ്. ഗൾഫ് മേഖലയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലേക്കുള്ളൊരു ആക്രമണം. ഇതിൻ്റെ പുതിയ മുഖങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേലിന് വലിയ പരിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇറാൻ്റെ പ്രതിരോധ അർത്ഥത്തിൽ ദുർബലമാകുന്നു. ഇന്നിപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഈ യുദ്ധത്തെ ഇതുവരെ വിലയിരുത്തുമ്പോൾ വിബി യുദ്ധം ആദ്യം തുടങ്ങിയത് ഇറാന് എതിരായിട്ടാണെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കാണുന്നത് ഇറാൻ പറഞ്ഞതുപോലെ ഇതൊരു പ്രാദേശിക യുദ്ധമായിട്ട്, റീജിയണൽ വാറായിട്ട് മാറുന്നതാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്കൻ ബേസുകളാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് അമേരിക്കൻ താല്പര്യമുള്ള ബിസിനസ് കേന്ദ്രങ്ങൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് അമേരിക്ക, സിറ്റി ബാങ്ക്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, അമേരിക്കൻ സ്ഥാപനങ്ങൾ, അതിലേക്ക് ആക്രമണം വ്യാപിച്ചു. മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അമേരിക്കൻ എംബസികൾ ലക്ഷ്യം വെക്കുന്നു. 2-3 എംബസികളിലേക്ക് ആക്രമണം ഉണ്ടായി. പിന്നീട് കാണുന്നത് അവരുടെ എണ്ണ താല്പര്യങ്ങൾ, റിഫൈനറികളിലേക്ക് ആക്രമണം വ്യാപിക്കും. അന്നേരം ഈ അർത്ഥത്തിൽ 1-2 ദിവസത്തിനകം തീർക്കാമെന്ന് അമേരിക്ക കരുതിയ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു റീജിയണൽ വാറായിട്ട് അത് മാറുന്നു. ഇപ്പം ഇന്നലെ പക്ഷേ നമ്മൾ തുടക്കത്തിലൊക്കെ ഈ ഇറാൻ്റെ സ്ട്രാറ്റജി ബ്ലണ്ടറായിപ്പോയോ എന്നൊക്കെ തോന്നിയിരുന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളെ കൂടി എതിരാക്കുന്ന രീതിയിലേക്കാകുമോ, ഈ പ്രതിരോധിക്കുകയാണ് തിരിച്ചടിക്കുകയാണെങ്കിൽ പോലും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം നോക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു തന്നെയാണ് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ, കാരണം സമ്പത്തും ചൂഷണവും വിഭവവും ഒക്കെയാണല്ലോ അമേരിക്കയുടെ കൊതി എല്ലാ കാലവും, മനുഷ്യൻ്റെ ജീവനേക്കാളും സമാധാനത്തെക്കാളും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അമേരിക്കയുടെ ആ താല്പര്യങ്ങൾക്ക് മേലുള്ള ഹിറ്റാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലേ? ഉറപ്പായിട്ടും. കാരണം വെനിസ്വല ആക്രമിച്ചപ്പോൾ ലോകത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. വെനിസ്വല എന്ന് പറയുന്നൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിന്, ലോകം അംഗീകരിച്ചൊരു പ്രസിഡന്റ്, നിയമപരമായി അംഗീകരിച്ചൊരു പ്രസിഡന്റിന് യാതൊരു പ്രശ്നവുമില്ലാതെ അവര് ഒരു കൊള്ളക്കാരനെ പോലെ വന്ന് തട്ടിക്കൊണ്ടുപോയി ജയിലിലടച്ചിരിക്കുകയാണ്. ലോകം അത് വലിയ പ്രതിഷേധമൊന്നും ഇല്ലാതെയാണ് അത് നോക്കിക്കണ്ടത്. സ്വാഭാവികമായിട്ടും അമേരിക്കക്ക് ഒരു വിശ്വാസത കൂടി. കാരണം എന്ത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുകൊണ്ട് തെമ്മാടി രാഷ്ട്രത്തെ പോലെ പെരുമാറിയാൽ പോലും ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന ഒരു ധാരണയിലാണ് ഇറാനെതിരെയും അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇറാന്റെ ഒരു സൈനിക ശേഷി അറിയുന്നവർക്കറിയാം, അവർ എത്രയോ വർഷമായിട്ട് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമെന്നും അതിന് തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നും അവർക്കറിയാമായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള 12 ദിവസത്തെ യുദ്ധം വന്നപ്പോൾ തന്നെ അവര് ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവര് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോഴത്തെ പല അനലിസ്റ്റുകളും പ്രത്യേകിച്ചും വിദേശത്തുള്ള പല നിരീക്ഷകരും ഒക്കെ തന്നെ ഇന്ന് അവകാശപ്പെടുന്നത് എന്താ വെച്ചാൽ 80കളിലും 90കളിലൊക്കെ ഇസ്ലാമിക് റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള മിസൈലുകളും കാര്യങ്ങളുമാണ് ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത്. പുതിയ സാധനങ്ങളൊന്നും അവര് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൂടി വന്നാൽ യുദ്ധത്തിന്റെ മുഖം ഒന്നുകൂടി രൂക്ഷമാകും എന്ന രീതിയിലുള്ള അനാലിസിസുകൾ. പക്ഷെ അത് കറക്റ്റാണോ? കാരണം അവരുടെ പരമോന്നത നേതാവിനെ, അവർ രാജ്യത്തിന് അതീതമായി ആത്മീയമായി കൂടി കാണുന്ന നേതാവിനെയും ഒരു കൂട്ടം മന്ത്രിമാരെയും ഒക്കെ കൊല്ലുന്നു. മാത്രമല്ല അടുത്ത അവരുടെ ആയത്തുള്ളയെ തിരഞ്ഞെടുത്താൽ പോലും അതിനെയും ആക്രമിക്കുമെന്ന് പറയുന്നു. പക്ഷേ പ്രതികാരം വീട്ടുക ഞങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറയുന്ന ഇറാൻ, ഈ കർബലയിൽ ചുവന്ന കൊടി പൊക്കിയ ഇറാൻ, അതായത് പ്രതികാരത്തിൻ്റെ സൂചനയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇറാൻ ഇപ്പോഴും ഇസ്രയേലിന് മേൽ ആക്രമിക്കാൻ ഈ ഇറാൻ ആകുന്നില്ല. അങ്ങനെ ഒരു പരിമിതി ഉണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. അതോ ഇസ്രയേലിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വാർ കാഷ്വാലിറ്റീസ് പുറത്തു വരാത്തതാണോ? ഇസ്രയേലിനുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ ആക്രമിക്കുന്നതിലാണ് അവരിപ്പം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കുക എന്നത് ഇറാന്റെ എത്രയോ കാലത്തെ ഒരു നയമാണ്. ആ നയത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ആക്രമണം. ഞാൻ ഇപ്പം അറിഞ്ഞത് ഇപ്പം നിലവിൽ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രയേലിൽ വർഷിച്ചിട്ടുണ്ട് എന്നാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ വർഷിച്ചു എന്നാണ് ഇപ്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേലില്. അത് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്രയേല് അവരുടെ ലക്ഷ്യം തന്നെ ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആദ്യം അമേരിക്കയാണ്
പിന്നിൽ എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ താല്പര്യങ്ങളെയാണ് അവർ ഇപ്പോൾ ഹനിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ അവർ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണ്. അവർക്ക് 800 സൈനിക താവളങ്ങളുണ്ട് ലോകത്ത്. ഗൾഫിൽ മാത്രം 19 എണ്ണമുണ്ട്. ഇപ്പൊ യൂറോപ്പിൽ എടുത്താൽ 300 എണ്ണമുണ്ട്. ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം 119 താവളങ്ങളുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു മൈറ്റിനോടാണ് ഇറാൻ ഏറ്റുമുട്ടുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ ആക്രമണത്തിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവാം, പല ഘട്ടങ്ങളിലും ഉണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 5 ദിവസവും ഇറാൻ പെരുമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ സെനറ്റിൽ കൂടി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മേൽക്കൈയുള്ള സെനറ്റിൽ കൂടി ഇപ്പോൾ യുദ്ധത്തിന് ട്രംപിന് തിരിച്ചടിയല്ല ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ അമേരിക്കയിൽ പല വിധത്തിലും ട്രംപിൻ്റെ യുദ്ധക്കുതിക്കെതിരായി നീക്കങ്ങളുമുണ്ട്. പക്ഷേ നമുക്കറിയാം അമേരിക്കയുടെ ഒരു സ്വഭാവം അനുസരിച്ച്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ ഈ പറയുന്നത് പോലെ ക്ലസ്റ്റർ ബോംബുകൾ അടക്കം വർഷിച്ച് ഇറാനും പ്രത്യാക്രമണം തുടരുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കില്ല. പെട്ടെന്ന് അവസാനിക്കുന്ന ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ളത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെ താല്പര്യമാണ്. കാരണം പെട്ടെന്ന് ഇറാൻ എന്ന് പറയുന്ന ശക്തിയൊക്കെ വളരെ പെട്ടെന്ന് തകർക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ഈ മെഗലോനോമിക് ആയിട്ടുള്ള ഈ പ്രസിഡന്റിനെ ആരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ ലോകത്തിലെ എല്ലാ എക്സ്പെർട്ടുകളും, ഈവൻ അമേരിക്കൻ ആർമിയുടെ തലവന്മാര് പോലും ഗവൺമെന്റിന് കോഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പല പത്രങ്ങളും ഞാൻ വായിച്ചത്. കാരണം ഈ സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അമേരിക്കയുടെ കൈവശം പോലും ഇല്ല. ആ വസ്തുത ഇറാനുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ് എന്ന ഒരു വാണിംഗ് അമേരിക്കൻ സൈനിക മേധാവികൾ പോലും നൽകിയിട്ടുണ്ട് എന്നാണ് പല പാശ്ചാത്യ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അയൺ ഡോം, അതായത് ഈ അയൺ ഡോം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇസ്രയേലിനുണ്ട്. അതിനെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ആയുധശേഖരം ഉണ്ടോ ഇറാന്റെ കയ്യിൽ? ഇപ്പോഴും അത് വിശ്വസിക്കാമോ? അല്ല, സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനെ ഈ ഡേവിഡ് സ്ലിങ്ങിനോ അതുപോലെ തന്നെ താഡ് സിസ്റ്റത്തിനോ ഒന്നും തന്നെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് ആ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചറിയില്ല, എക്സ്പേർട്ട് ഓൺ മിലിറ്ററി അഫയേഴ്സ്. പക്ഷെ അങ്ങനെയുള്ളവര് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ഞാൻ അതേ മേഖലകൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മിസൈലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ ഉള്ള തറയും നിലവും പോലും തകർത്തുകൊണ്ട് ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ രഹസ്യ അന്വേഷണ മീൻസ് CIA മൊസാദിൻ്റെയും ഒക്കെ ശ്രമങ്ങളനുസരിച്ച് ഇറാനെ ആ രീതിയിലേക്ക് മാറ്റി. അതുകൊണ്ട് അവർക്ക് ഉള്ള ആയുധം പോലും ഉപയോഗിക്കാനാകാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ബിബി. അല്ല, പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 2025 ജൂണിൽ നടത്തിയിട്ടുള്ള ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് ശേഷം ട്രംപ് എന്താ പറഞ്ഞത്? ഒബ്ലിറ്റേറ്റ് എന്നുള്ള പദമാണ് അയാൾ ഉപയോഗിച്ചത്. തുടച്ചു നീക്കിയതാണ്. ആണവ പദ്ധതി ഞങ്ങൾ തുടച്ചു നീക്കിയെന്നാ പറഞ്ഞത്. തുടച്ചു നീക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു യുദ്ധം? അങ്ങനെയുള്ള പ്രചരണങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ അതും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ ബന്ധമില്ല എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൽ നിന്ന് വലിയ കാഷ്വാലിറ്റികൾ, ഇപ്പോൾ ഇറാനിൽ 1000-അധികം മരണങ്ങൾ സംഭവിക്കുന്നു, ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു. പക്ഷേ ഇസ്രയേലിലെ കാഷ്വാലിറ്റി ആർത്തും നാം അറിയാത്തതാണോ അതോ എന്താണ് അതിൻ്റെ ഒരു വസ്തുത ബിബി? അല്ല, ഈ ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇറാനിൽ പിന്നെ ബങ്കറുകളോ അല്ലെങ്കിൽ ഷെൽട്ടറുകളോ വെറും 10%-15% മാത്രമേ ഉള്ളത്. പക്ഷെ ഇസ്രയേലിൽ എമ്പാടും പിന്നെ ബങ്കറുകളും ഷെൽട്ടറുകളും ബങ്കറുണ്ടെങ്കിൽ മാത്രമേ അവിടെ വീടിന് പോലും അനുമതി കൊടുക്കൂ അല്ലേ? അത്രേ അനുമതി കൊടുക്കുള്ളൂ. കാരണം അത്രമാത്രം ഇതൊന്നും അക്രമം പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിലാണ് അവരുടെ ബിൽഡിംഗ് പ്ലാനിങ്ങും സംഭവങ്ങളും ഒക്കെ ഇസ്രയേലിലുള്ളത്. അതുകൊണ്ട് തന്നെ ആളപായങ്ങള് സ്വാഭാവികമായിട്ടും കുറയും. കാര്യം ഇതേ സാധനം തന്നെയാണ് ഇറാനെ സംബന്ധിച്ചും പറയാനുള്ളത്. ഇറാന്റെ മിസൈലുകള്, അവരുടെ മിസൈൽ നിർമ്മാണം, മിസൈൽ സ്റ്റോക്ക് സൂക്ഷിച്ചിരിക്കുന്നത്
ഒക്കെ ഇങ്ങനെ പിന്നെ മലമുകളിലിട്ട് പിന്നെ 10-100 മീറ്റർ അടിയിലാണ് അവർ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റീച്ചർ ബോംബ് മിസൈലുകൾക്ക് പോലും തകർക്കാനാകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പക്ഷെ അതൊക്കെ പുറത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ രീതിയിലുള്ള പിന്നെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ റഷ്യയുടെയും ചൈനയുടെയും ഈ വിഷയത്തിലെ റോൾ ഒന്ന്, ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടിയുള്ള ലോകത്തിൻ്റെ എണ്ണ പ്രതിസന്ധി അത് ചൈനയെ ഭയങ്കരമായി ബാധിക്കുന്നു, ഇന്ത്യയെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊരു വസ്തുത മാത്രമല്ല. ഈ ഇറാൻ്റെ അടക്കമുള്ള ഗൾഫ് മേഖലയിലെ എണ്ണയിൽ കൂടുതൽ ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് വെനസ്വലയുടെ പക്കലുള്ള എണ്ണയും ഒക്കെ കയ്യിലായ അമേരിക്ക കൂടുതൽ താല്പര്യങ്ങളുമായി നീങ്ങുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും ഈ ഇറാനെ എങ്ങനെയായിരിക്കും സഹായിക്കുന്നത്? അവരിപ്പോൾ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഇടപെടൽ യുദ്ധത്തെ നിർത്താൻ ഏത് തരത്തിൽ ഉപകരിക്കും? ആ ഒരു സംശയം ബിബി. അതായത് അമേരിക്ക പറഞ്ഞാൽ എന്തായാലും ഇറാനിപ്പം കേൾക്കുന്നൊന്നുമില്ല. കാരണം ലാറിജാനി പോലുള്ള NSAന്റെ അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി ചീഫ്, ഇറാന്റെ ചീഫ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ മതനേതാവിനെ കൊന്ന അമേരിക്കയുമായിട്ട് ഇനി എന്ത് ചർച്ച എന്നാണ് അയാൾ ചോദിച്ചത്. ചർച്ചക്ക് യാതൊരു സ്കോപ്പ്, ഞങ്ങൾ ചർച്ചക്കില്ല എന്ന സ്വരമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നേരെ സ്വാഭാവികമായിട്ടും ഗൾഫ് രാഷ്ട്രങ്ങൾ വളരെ പിന്നെ ആശങ്കയിലാണ്. നേരം ഗൾഫ് രാഷ്ട്രങ്ങളാണ് UAE സുൽത്താനും അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പം റഷ്യയുമായി ബന്ധപ്പെടുന്നത്, പുടിനുമായിട്ട് ബന്ധപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് റഷ്യയുടെ വിദേശമന്ത്രി ലാവ്റോവ് പിന്നെ ഇറാൻ വിദേശമന്ത്രിയുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കേട്ടു. അതായത് റഷ്യ ഇടപെടിപ്പിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വെസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത്. ആ രീതിയിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് വിജയിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ റഷ്യയും ചൈനക്കും ഇറാനോടാണ് താല്പര്യം എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം 2 കാരണങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗമാണ് ഇറാൻ, അതുപോലെ തന്നെ ബ്രിക്സിൽ അംഗമാണ് ഇറാൻ. കാരണം സ്വാഭാവികമായിട്ടും ആ ഒരു സഹായം ഇപ്പൊ ചൈന നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല, അല്ലെങ്കിൽ റഷ്യ നേരിട്ട് പങ്കെടുക്കാൻ തോന്നില്ല. കാരണം റഷ്യ മറ്റു യുദ്ധത്തിലാണ്, ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലാണ് അവർ. അതിന്റെ കാര്യങ്ങൾ പെട്ട് കിടക്കുകയാണ് റഷ്യ. ചൈനക്കാണെങ്കിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനും കഴിയും. കാരണം നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിനകത്ത് നിങ്ങൾക്ക് ബേസ് വേണം, സൈനിക താവളങ്ങൾ വേണം. ഇപ്പം ചൈനീസ് കപ്പൽ വന്നാൽ അല്ലെ ചൈനീസ് വിമാനം വന്നാൽ അത് നിൽക്കാനും ഇറങ്ങാനുമുള്ള ഒരു സംവിധാനമൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ ചൈനയുടെ കാര്യം മോശമായിരിക്കും. കാരണം അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് പറഞ്ഞത്, 200 സൈനിക താവളങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും അവർക്ക് അക്കാര്യത്തിൽ വിജയിക്കാനും കഴിയും. അന്നേരം ചൈന പോലുള്ള രാജ്യം വന്ന് ഇടപെട്ടാൽ ചൈനയുടെ സ്ഥിതി വളരെ മോശമാവുന്നല്ലാതെ ചൈനയ്ക്ക് വിജയിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനോ ഒന്നും കഴിയും എന്ന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മറ്റു രീതിയിൽ അവർക്ക് സഹായിക്കും. ഇപ്പം മിസൈലുകൾ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, മിസൈൽ ടെക്നോളജി വേണമെങ്കിൽ കൊടുക്കാം, സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇറാന് സപ്ലൈ ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയും. ഇപ്പൊ വടക്കൻ കൊറിയയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ വേണമെങ്കിൽ ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർത്ത് കൊറിയ ഇടപെടുമോ ഇതിൽ? അതെ, ഇടപെടുന്നല്ല, അവർ പറഞ്ഞിട്ടുണ്ട് മിസൈൽ വേണമെങ്കിൽ ഞങ്ങൾ ഇറാന് സപ്ലൈ ചെയ്യും എന്ന് അവിടുത്തെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള സഹായം മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. നേരിട്ട് ചൈന കയറി അല്ലെങ്കിൽ റഷ്യ കയറി ഇടപെടും എന്ന് ഇന്നത്തെ ഘട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ സ്പെയിനും ഇംഗ്ലണ്ടും ഒക്കെ വലിയ രീതിയിലെ നിസ്സഹകരണമാണ് അമേരിക്കയോട് കാട്ടുന്നത്. ഉറപ്പായിട്ടും സ്പെയിന്റെ പ്രസിഡന്റിന്റെ നല്ല ശക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം അമേരിക്കയെ ഭയന്ന് ഞങ്ങളെ നയന്ന് മാറ്റാൻ പോകുന്നില്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യം കാണുന്നില്ല ഇപ്പോൾ, അല്ലേ ബിബി? നിലവിൽ കാണുന്നില്ല. കുറച്ച് നീളം തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ശരി, തീർച്ചയായും യുദ്ധം ഇനി കൂടുതൽ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങിയാൽ ലോകത്തിൻ്റെ സ്ഥിതി, എണ്ണയുടെ അവസ്ഥ ഒക്കെ പരിതാപകരമാകും. അത് ഉയർത്തുന്ന ആശങ്ക ഒരു വശത്തുണ്ട്. അപ്പോൾ തന്നെ അമേരിക്കയുടെ യുദ്ധക്കൊതി അത് തീർക്കുന്ന ദുര്യോഗങ്ങൾക്കെതിരായി രാജ്യങ്ങൾ ഉണരേണ്ട ഒരു സാഹചര്യത്തെ കൂടി
സംജാതമാക്കുകയാണ് ഈ യുദ്ധം. ഇസ്രയേൽ അമേരിക്കയുടെ സഹകരണത്തോടുകൂടി ഇസ്രയേലും അമേരിക്കയും യോജിച്ചുള്ള ഇറാന് മേലുള്ള അക്രമത്തെ സംബന്ധിച്ച്.